അടുക്കളയിൽ പെണ്ണിനെ സഹായിക്കൽ കൊണ്ട് ഞാനൊരു പെർഫെക്റ്റ് ഹസ്ബൻഡ് ആയിക്കോണമെന്നില്ല. നമ്മുടെ ജോലി തിരക്കിന്റെ ഇടയിൽ, കച്ചവടത്തിന്റെ വലിയ തലവേദനകൾക്കിടയിൽ നമ്മുടെ കുടുംബജീവിതത്തിന് ചെറിയൊരു പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ബന്ധങ്ങൾ എങ്ങനെ സന്തോഷമായിട്ട് പോകുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ നമുക്ക് ഒരുപാട് തലവേദന, ടെൻഷനൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളെ കൂടെയുള്ള കുറച്ച് മനുഷ്യന്മാരില്ലേ, അവരോട് മുഖത്തോട് മുഖം നോക്കി സംസാരിക്കാൻ ദിവസത്തിലെ കുറച്ച് സമയങ്ങളെങ്കിലും നമ്മൾ മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ ആ ബന്ധം എപ്പോഴും നല്ല ഭംഗിയായിട്ട് തന്നെ പോവുകയും ചെയ്യും. മാസത്തിലോ ആഴ്ചയിലോ ഫ്രീ ഉള്ള ദിവസം അടുക്കള കയറിയിട്ട് വൈഫ് കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് കൂടൊന്നും വേണ്ട, വെറുതെ ആ മൂലക്ക് കടങ്ങിരുന്നിട്ട് ഒരു റീല നോക്കി 4 ബടായി വിട്ടെടുത്താൽ മതി. ഒരു സന്തോഷം ആയിക്കോളും. ഒരു മേശക്ക് ചുറ്റും ആഴ്ചക്ക് ഒരു ദിവസമെങ്കിലും ഒരു മേശക്ക് ചുറ്റും ഇപ്പുറത്തിരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ ഒരു അവസരം ഉണ്ടാകുമ്പോഴത്തേക്ക് ഒരു പിടി അങ്ങോട്ടും ഇങ്ങോട്ടും വായിൽ വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് അത് കണ്ടു വളരുന്ന മക്കൾ എപ്പോഴും നല്ല സ്നേഹത്തോടെ കൂടി വളരുള്ളൂ. പ്രായം ഒരുപാട് കഴിഞ്ഞിട്ട് മക്കളെ നന്നാൻ വേണ്ടി തങ്ങളുമാരെ വേക്കുന്നു, പ്രാർത്ഥനയുടെ വേക്കുന്നു, പള്ളിയിൽ നേർച്ചക്ക് ഇടാൻ വേണ്ടിയിട്ട് പോകുമ്പോഴത്തേക്ക് തിരിഞ്ഞൊന്നും നോക്കിയാൽ മതിയെന്ന് ചിന്തിക്കേണ്ട ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇപ്പം തന്നെ ശ്രമിക്കണം. ചുണ്ടത്തെ സിഗരറ്റ് വെച്ചിട്ട് മക്കളെ ഉപദേശിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മളെ കാണാതെ മറഞ്ഞിട്ട് ആ മോന് സിഗരറ്റ് വലിക്കുക തന്നെ ചെയ്യും. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട കാര്യം എന്താ പറയുക, പാരന്റിങ് എന്ന് പറയുന്നത് മക്കളെ ഉപദേശിക്കലോ തീകക്കയറ്റി വായിലോട്ട് വെച്ചു കൊടുക്കൊന്നല്ല. ചെറിയ നാളെ തൊട്ട് ആ മക്കള് ജനിച്ചു വളർന്ന വീട്ടിൽ എങ്ങനെയാണ് ഉപ്പയും ഉമ്മയും എങ്ങനെയാണ് ആ കുടുംബത്തിലുള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സഹവസിക്കുന്നുള്ളത്, ഇത് കണ്ടു വളരുന്ന മക്കള് അതന്നെയാണ് പാരന്റിങ് എന്ന് പറയുന്നുള്ളത്. സിഗരറ്റ് മണക്കുന്ന വായ കൊണ്ട് മക്കളോട് നീ ബീഡി വലിക്കില്ല, സിഗരറ്റ് തൊടല്ല എന്ന് ഉപദേശിച്ചു കഴിഞ്ഞെങ്കിൽ നിങ്ങളെ കാണാതെ ആ മക്കള് സിഗരറ്റ് വലിക്കാനും പഠിക്കും. ആദ്യം നിർത്തേണ്ട ദുശ്ശീലങ്ങൾ നമ്മൾ മാറിക്കഴിഞ്ഞാൽ നമ്മളെ മക്കള് മാറും. നമ്മൾ ഏറ്റവും ഭംഗിയായിട്ട് നമ്മളെ പെണ്ണിനോട് കൂട്ടുകൂടുന്നുണ്ട് എങ്കിൽ നമ്മളെ കുടുംബത്തിൽ ഏറ്റവും ഭംഗി